കാമം വരണ്. അവളെ വിളിച്ചു നോക്കാം. അയ്യോ, ഓർമ്മയേ ഉള്ളൂ. കുറെ നാളായല്ലോടി നിന്നെ കണ്ടിട്ട്. നീ അങ്ങ് ഗ്ലാമർ വെച്ച് അലുവ പോലെ ആയി. കടിച്ചിപ്പം തിന്നോ തോന്നുന്നു. കൊതിപ്പിക്കല്ലേ, ഞാൻ ഈ വേഷത്തിൽ തന്നെ അങ്ങ് വരും. വേഷമൊന്നും ഒരു പ്രശ്നമൊന്നുമല്ല. പിന്നെ ഞാൻ കാണാത്തൊന്നും അല്ലല്ലോ. എന്റെ കർത്താവേ, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാലുണ്ടല്ലോ എന്റെ ഉറക്കം പോകും. ഞാൻ ഇപ്പൊ വരാട്ടോ, ഇപ്പൊ വരാമേ. അയ്യോ, ഉറക്കവും വരണ്, കാമവും വരണ്, എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ വരണ്. 5 മിനിറ്റ് കിടന്നിട്ട് പോവാം. വെള്ളമില്ലേ? ഇന്നലെ ഞാനിവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അത്ര മനോഹരമായിരുന്നു. ഈ ഭൂമി എത്ര സുന്ദരം. അങ്കിളെ, വികാസ് നഗർ എവിടെയാ? വികാസ് നഗറോ? അത് പിന്നെ നമ്മുടെ ഏരിയ അല്ലേ. ഞാൻ കാണിച്ചു. അങ്കിളെ, ഫ്രണ്ടിലിരുന്നോ? ഞാൻ ബാക്കിൽ ഇരുന്നോളാം. ഏയ്, മുന്നിലിരിക്കാൻ പാടില്ല. ഇന്നലെ കൂടെ ജോത്സ്യം പറഞ്ഞേ ഉള്ളൂ ഫ്രണ്ടിൽ ഇരിക്കണമെന്ന്. പിള്ളേരാണല്ലോ. അവിടെ ആരെ കാണാനാ? അവിടെ ഒരു വീട് റെന്റിനുണ്ടെന്ന് OLX കണ്ടായിരുന്നു അങ്കിളെ. അതേത് വീട്? ARA 59. ARA 59? ഓ, അതാ പരതാറി ഇടിക്കുള്ളിയുടെ വീടാണല്ലോ. അങ്കിളിന്റെ വീട് അറിയാവോ? വീടൊക്കെ ഞാൻ കാണിച്ചു തരാം. വഴി ഭയങ്കര കോംപ്ലിക്കേറ്റഡാ. ആട്ടെ, നിങ്ങളൊക്കെ എന്ത് ചെയ്യാ? ഞാനിപ്പോ കാർ കുട്ടി ഭയങ്കര വണ്ടിയാണല്ലോ. അല്ലെങ്കിലേ, ഞങ്ങൾ ആക്ച്വലി IT പ്രൊഫഷണൽസാ. ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുവോ? വെരി ഗുഡ്, വെരി ഗുഡ്. മന്ത്രിക്ക് സ്തുതി. ഈ റോഡ്
ഇങ്ങനെ തന്നെ കിടന്നാ മതി. ആ നിർത്ത. ആ പതുക്കെ ഇറങ്ങിയാ മതി. ഇതാ നിങ്ങൾ ഉദ്ദേശിച്ച വീട്. ഓ താങ്ക് യു അങ്കിൾ. ആ പിന്നെ സൂക്ഷിച്ചോളണം. ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല കേട്ടോ. മറക്കരുത്, വന്ന വഴി മറക്കരുതെന്നാ പ്രമാണം. ഇവിടെ കൊള്ളാം. അത് കണ്ടോ, അതാണ് എന്റെ വീട്. ഏത് സമയത്ത് നിങ്ങൾക്ക് അവിടെ വരാം. കോളിംഗ് ബെല്ലിൽ ഒരൊറ്റ ടച്ച്. ഓക്കെ. ശരി അങ്കിൾ, ശരി ബൈ. ഓ സാറേ എന്താ മൂന്നാല് പെൺപിള്ളേര് സാറല്ലോ കുഴപ്പമുണ്ടാക്കിയ? ചുമല്ല. അതെ, സർവേയുടെ ആൾക്കാരാണ് പിന്നെ വരും. എനിക്ക് ഇപ്പൊ സമയമില്ല. അയ്യോ അതല്ല സാർ, ഞങ്ങൾ OLX വീടിന്റെ ആഡ് കണ്ടിട്ട് വന്നതാ. അയ്യോ സോറി. ബാസി താക്കോൽ എടുത്ത് വരും, മോളി കാണിച്ചു കൊടുക്കുക. ഇവൻ കാണിച്ചു താങ്ക് തരും. യു സാർ. ഇവിടെ താമസിക്കാൻ വന്നാണ് അതെ. 4 പേരും. എല്ലാ കാര്യത്തിനും എന്നെ വിളിച്ചാ മതി, ഓ ഞാൻ റെഡിയാക്കി തരും കേട്ടാ. കാണിച്ചു കൊടുക്കടാ. കേറി വാ. ഇവിടെയൊക്കെ നല്ല അയൽവക്കാരാ. വീട് സൂപ്പറാണ്, എല്ലാ സൗകര്യമുണ്ട്. ഇത്രയും കുറഞ്ഞ വാടകയ്ക്ക് നിങ്ങൾക്ക് ഈ സിറ്റിയിൽ വീട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാർ ഒറ്റക്കായതുകൊണ്ടാണേ, സാറിന്റെ എല്ലാം ഞാനാണ്. അതാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഉച്ചഭക്ഷണം ഇവിടെ അയ്യോ വേണ്ട, ഞങ്ങൾ കഴിച്ചോളാം. ഞങ്ങൾ പുറത്തു പോയി കഴിച്ചോളാം. അല്ല ഇന്നത്തെ ഭക്ഷണം ഇവിടെ ആക്കിയാലോ? ഇന്ന് എന്റെ ഇവിടെ കഴിച്ചൂടെ? ആയിക്കോട്ടെ. എന്നാ പിന്നെ ചേട്ടന്റെ ഇഷ്ടം പോലെ. ഇവിടെ ഒരു കുടുംബശ്രീയുടെ ഹോട്ടലുണ്ട്, നല്ല ചാളക്കറി ചാള വറുത്തതൊക്കെ അടിപൊളി. അത് മതി. എങ്ങനെ ഉണ്ടാവും? പോരെ? അത് മതി. പോരാട്ടാ. ആ മുതലാളി, ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യണേ. 15 രൂപ മാസ വാടക, 50 രൂപ അഡ്വാൻസ്. ഓക്കെ ആണേ നോക്കായി കൊടുക്കാം. ആ മുതലാളി, ഞാൻ വിളിച്ചത് നിങ്ങൾക്കിപ്പോ നമ്മളൊന്നും വേണ്ടല്ലോ. GST കാരല്ലേ നിങ്ങളുടെ ദൈവം. നമ്മുടെ മാവും പൂക്കും മുതലാളി. ചുമ്മാ കളിയാക്കല്ലേ സാറേ. ഞാൻ വിളിച്ചത് നിങ്ങൾക്ക് ഈ ADGPമാരുടെ ഭാര്യമാരെ മാത്രമേ സഹായിക്കുള്ളൂ എന്ന് നിർബന്ധമൊന്നും ഇല്ലെങ്കിൽ, നമ്മുടെ ഒരു പെങ്കൊച്ചുണ്ട്, അതിന്റെ കല്യാണമാണ്. പാവപ്പെട്ട കൊച്ച. ഒരു 10 പവൻ കൊടുത്ത് സഹായിക്കണം. അവൾക്ക് കാശ് കിട്ടുമ്പോൾ അവള് തന്നോളും, ഞാൻ ഗ്യാരണ്ടി. അത് ബുദ്ധിമുട്ടാ സാറേ. 10 പവൻ എന്നൊക്കെ പറഞ്ഞാ ആ പറ്റൂല്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. എന്തിയാകും? മുതലാളിയുടെ സ്വർണ്ണമൊക്കെ ഇപ്പോഴും കരിപ്പൂര് വഴി വരുന്നുണ്ടല്ലോ അല്ലേ? കുഴപ്പമില്ല, ഞാൻ കാവലിന്നോളാം. അല്ല സാറേ, പിണങ്ങരുതേ. പിണങ്ങാ നീ ആരടാ? എന്റെ പെണ്ടാട്ടിയ. ആണുങ്ങളെ പോലെ യെസ് അല്ലെങ്കിൽ നോന്ന് പറ കേട്ടാ. അപ്പൊ എങ്ങനെയാ, ഗ്രീൻ സിഗ്നലോ റെഡ് സിഗ്നലോ? ഞങ്ങൾക്ക് ഓക്കെയാണ് സാർ. വെരി ഗുഡ്. ഒരു സെക്കൻഡ്. ഉറപ്പിച്ചേ? ഹലോ സാറേ, ഞാൻ ഓക്കെയാണ്, പറഞ്ഞാ മതി. താങ്ക് യു മുതലാളി. അപ്പൊ അതും ഓക്കെ, ഇതും ഓക്കെ. ശരി എന്നാ. ഓക്കെ സാർ.